കോട്ടയം സ്കൂളിൽ 13ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് രാവിലെ ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജ് വൈസ് നടന്ന സംസ്ഥാനതല ചിത്രരചന മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണ്. രവിപിള്ള സാറിനെ അനുമോദിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചിത്രരചന മത്സരം നടത്തിയത്. അപ്പോൾ വൈകിട്ട് ഈ പ്രതലത്തിൽ ആർക്ക് വേണോ വരയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് രവിപിള്ള സാറിൻ്റെ ഈ പിക്ചർ വരയ്ക്കാൻ തുടങ്ങിയത്. അക്രിലിക്കാണ് യൂസ് ചെയ്യുന്നത്. വേദിയിലെ ബഹുമാന്യരെ, ബഹ്റിൻ സർക്കാരിൻ്റെ ഉന്നത പുരസ്കാരം ലഭിച്ച ശ്രീ രവി പിള്ളയ്ക്ക് കേരളത്തിൻ്റെ ആദരവ് നൽകുന്നതിനനുബന്ധിച്ചുള്ള പരിപാടികളാണ് ഇന്നിവിടെ യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ പെയിൻറ്റിംഗ് കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ ഫോട്ടോ എക്സിബിഷൻ എന്നിവ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി, അതുപോലെ തന്നെ ശ്രീമതി വാസുകി IAS എന്നിവർ നിർവഹിച്ചു. വളരെ വലിയൊരു പങ്കാളിത്തമായിരുന്നു ആ പരിപാടികൾക്കുണ്ടായിരുന്നത്. തുടർന്ന് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഗാന മത്സരമാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടി ഉദ്ഘാടനം നടത്തുന്നത് കേരളത്തിൻ്റെ തന്നെ അഭിമാനമായ ശ്രീ ഓമനക്കുട്ടി ടീച്ചറാണ്. അഭിമാനം ഇരട്ടിച്ചിരിക്കുന്നു. കേരള സർവകലാശാല ആദ്യമായി സംഗീത വിഭാഗം ആരംഭിച്ചപ്പോൾ അതിൻ്റെ മേധാവിയായതും ഓമനക്കുട്ടി ടീച്ചറാണ്. ഞാനന്ന് വിദ്യാർത്ഥി സർവകലാശാല യൂണിയൻ്റെ ചെയർമാനായിരുന്നു, ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ വേദിയിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ MLA, രാജ്മോഹൻ സാർ, ശ്രീ നജീബ്, RS ബാബു തുടങ്ങി, സാധന മാഡം തുടങ്ങി എല്ലാവരെയും ശ്രീ ആൽബ്രട്ട് വിജയൻ, അദ്ദേഹം മ്യൂസിക് കമ്പോസറാണ്. ആകാശവാണി ദൂരദർശൻ ലളിതഗാന വിഭാഗത്തിൽ ഓഡിഷൻ ബോർഡിൻ്റെ ജൂറിയാണ്. ദേവരാജൻ മാഷിൻ്റെയും MG രാധാകൃഷ്ണൻ്റെയും ജോൺസിൻ്റെയും ഒക്കെ ശിഷ്യനായി അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്തിട്ടുള്ള കലാകാരൻ. തിങ്കളേ